നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ശപിക്കപ്പെട്ട ഇബ്ലീസ് പറയുകയാണ്, നൂഹ് നബിയേ, ആരിലാണോ ബുഖലുള്ളത്, പിശുക്കുള്ളത്, പിശുക്ക് സ്വഭാവം, പിശുക്കത്തരം ആരിലാണോ ഉള്ളത്, അവരെ ഞാൻ എന്റെ കെണിവലയിൽ വീഴ്ത്തുമെന്ന് ശപിക്കപ്പെട്ട ഇബ്ലീസ്. ആരിലാണോ പിശുക്ക് എന്ന സ്വഭാവം ഉള്ളത്, അവനെ ഞാൻ എന്റെ കെണിവലയിൽ വീഴ്ത്തും. എത്ര തന്നെ പിന്നെ നമ്മൾ ഇബാദത്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല, ഇബ്ലീസിന്റെ ചതിയിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടാവും. ഒരുപാട് പൈസയുണ്ട്, സമ്പത്തുണ്ട്, പക്ഷേ നാട്ടിലെ ഒരു പാവപ്പെട്ടവന്റെ വിഷയം വരുമ്പോ അതിനൊന്നും കൊടുക്കൂല അല്ലെ. അയാളടുത്ത് പിരിവിന് പോയിട്ട് കാര്യമില്ല എന്ന് പറയും. കാരണം പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, തരൂല. അങ്ങനത്തെ സ്വഭാവം പാടില്ല. ഉണ്ടെങ്കിൽ കൊടുക്കണം, പൈസയുണ്ടോ കൊടുക്കണം, പിശുക്ക് കാണിക്കരുത്. ഇല്ലാഞ്ഞിട്ട് കൊടുക്കാത്തവരുണ്ട്, അവരെ പറ്റിയല്ലോ പറയുന്നത്. ഉണ്ടായിട്ട് കൊടുക്കാത്തവർ, പിശുക്കത്തരം, അവരെ ഇബ്ലീസ് അവന്റെ ചതിയിൽ വീഴ്ത്തിക്കളയും. പള്ളിന്റെ ഒരു വിഷയം വരുമ്പോ, മദ്രസന്റെ ഒരു ആവശ്യം വരുമ്പോ, സ്ഥാപനങ്ങളുടെ ആവശ്യം വരുമ്പോ, നാട്ടിലൊരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം വരുമ്പോ, നമ്മുടെ അയൽവാസിക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കൊരു പ്രതിസന്ധി വരുമ്പോ, അവരെ സഹായിക്കാതെ ഉണ്ടായിട്ടും മാറി നിൽക്കുന്ന പിശുക്കത്തര സ്വഭാവം ആരിലാണോ ഉള്ളത്, അവനെ ഞാൻ എന്റെ കെണിവലയിൽ വീഴ്ത്തുമെന്ന് ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. അതല്ലേ മഹാന്മാര് പഠിപ്പിച്ചത്. ഒരാൾ ദീനിന് വേണ്ടി സംഭാവനകളും സ്വതക്കകളൊക്കെ കൊടുക്കുന്ന ഒരാളാണ്, അയാളെ റബ്ബിന് വല്ലാത്ത ഇഷ്ടമാണ്. ഒരുപക്ഷെ ബാക്കി ഇബാദത്തുകളിലൊക്കെ അയാൾ കുറച്ച് പിന്നോട്ടാണെങ്കിലും ആ മനുഷ്യനെ റബ്ബ് വല്ലാതെ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം ആ ഒരു കൊടുക്കുന്ന സ്വഭാവം. അല്ലാഹുവേ, അങ്ങനത്തെ നല്ല സൽസ്വഭാവികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അങ്ങനത്തെ നല്ല സൽസ്വഭാവികളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, ശപിക്കപ്പെട്ട ഇബ്ലീസ് നൂഹ് നബിയോട് പറഞ്ഞ, ഞാൻ എന്റെ ചതിവലയിൽ വീഴ്ത്തുമെന്ന് ഇബ്ലീസ് പറഞ്ഞ മനുഷ്യന്മാരുടെ ചില സ്വഭാവങ്ങളാണ്. ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കണം. അല്ലാഹ്, നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്.